ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. ഇറ്റ്സ് മീ നിതിൻ. ആഭ്യന്തര കുറ്റവാളി, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ സേവ്നാഥ് പത്മകുമാർ, സ്റ്റാറിംഗ് ആസിഫ് അലി, ജഗദീഷ്, വിജയരാഘവൻ, അസീസ് നെടുമങ്ങാട്, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ആനന്ദ്, ഹരിഷ് അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ശ്രേയ രുക്മിണി, പിന്നെ ദിവ്യ എന്ന് പറഞ്ഞൊരു പുതിയ ആക്ട്രസ് ആണെന്ന് തോന്നുന്നു. ഇത്രയും പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ. അപ്പം ഇതിൻ്റെ ഈ സിനിമയുടെ പേര് കേട്ടപ്പം എന്തോ ഒരു കാര്യത്തെ മോക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ സറ്റയറായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നതാണ് തോന്നിയത്. ആ ഒരു ഫീലാണ് വന്നത്. പക്ഷേ സിനിമ സ്ക്രീനിൽ കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര അനോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പലയിടത്തും സിനിമ ഫോൾ ഫ്ലാറ്റായിപ്പോയി. ഒന്നും അങ്ങോട്ട് ഇതിൻ്റെ വിഷയം സംസാരിക്കേണ്ടതാണെങ്കിൽ കൂടിയും പക്ഷേ അത് ട്രീറ്റ് ചെയ്തത് എങ്ങനൊരു രീതിയിലായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ രാജ്യത്ത് നിയമം കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്ന സ്ത്രീകൾക്കാണല്ലോ, അപ്പം സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പം അതിൽ പെട്ട് നിരപരാധിയായിട്ടുള്ള ഒരു പുരുഷൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിനാരിയോ ആണ് സിനിമ. ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് സഹദേവൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലിയാണ്. പലയിടത്തും സിനിമയിലെ പ്രതിപാദിച്ചിട്ടുള്ള വിഷയം അല്ലെങ്കിൽ ഡയലോഗ്സ് ആയാൽ കൂടിയും നമുക്ക് പ്രസൻറ്റ് ചെയ്ത രീതി ഒരു ബോറിങ് തന്നെയായിരുന്നു. പിന്നെ എല്ലാ കഥയിലും ടാലിയാക്കാൻ വേണ്ടിയിട്ട് കോമഡികളും അതിൻ്റെ മറ്റു വശങ്ങളുമൊക്കെ വെച്ച് എൻ്റർടൈൻമെൻറ്റ് സംഗതികളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ അവർ മിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആ സിനിമയ്ക്ക് സിങ്ക് ആയില്ല. എല്ലാം അതിന് ഡയലോഗ് എല്ലാം അടക്കം കഥാപാത്രങ്ങളായാലും ശരി, കഥയിലെ ഡയലോഗ്സ് ആയാലും ശരി, എല്ലാം നമ്മൾ കണ്ട് പഴകിയതും കേട്ട് പഴകിയതുമായിട്ടുള്ളൊരു കോമഡികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കഥയുടെ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥയുടെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുന്നൊരു കല്യാണ സീക്വൻസാണ്. ആ കല്യാണ സീക്വൻസിൽ നിന്നാണ് ആസിഫ് അലിയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇൻട്രൊഡക്ഷനൊക്കെ പരമ്പ് പോറായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഥ നേരെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ നായകനെ പോലീസ് ഓഫീസർ വിളിച്ചു വരുത്തുന്നതും പിന്നെ എന്താണെന്ന് പിന്നെ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള കുറച്ച് ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു സിനിമയിൽ. പിന്നെ അങ്ങോട്ട് ദുരന്തങ്ങളാണ് ഫുള്ള്. അതങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് എങ്ങും തൊടാതെ ഒരു അന്തവും കുന്തവും ഇല്ലായിരുന്നു നമ്മളിന്ന് കാണേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. പിന്നെ ഇതിനകത്ത് കൂടെയുള്ള ഇങ്ങനെയുള്ള കഥ അവതരിപ്പിക്കുമ്പം ബാലൻസ് ചെയ്യാനായിട്ട് കോമഡി അവതരിപ്പിക്കാനായിട്ട് എർത്ത് ക്യാരക്ടേഴ്സ് ആയിട്ട് കൂട്ടുകാരന്മാരുള്ള റോള് ചെയ്യുന്ന അസീസ് നെടുമങ്ങാടിൻ്റെ റോളും പിന്നെ ആനന്ദൻ്റെ റോളും ഉണ്ട്. രണ്ടുപേരും അസാമാന്യം നല്ല രീതിയിൽ ബോറടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ പറയുന്ന കോമഡി ആണെങ്കിൽ കൂടി അവർ കോമഡി പറയണ്ടേ, ആ കോമഡി എല്ലാം. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥ ഈ കേട്ട് പഴകിയ അതിനേക്കാളും പഴകിയ കോമഡികൾ പറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം പ്രധാനപ്പെട്ട പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ക്യാരക്ടർ ആനന്ദിൻ്റെ ക്യാരക്ടർ ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അത് വഴി വെച്ചൊരു ഈ സഹദേവൻ ആസിഫ് അലി ചെയ്ത കഥാപാത്രത്തെ കാണുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അന്നേരം ആംബുലൻസിനകത്ത് ഒരു രോഗിയുണ്ട്. അപ്പോൾ രോഗി എത്ര പെട്ടെന്ന് കൊണ്ടുപോടാ എന്നുള്ള രീതിയിലൊക്കെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മിന്നാരത്തിലെ കോമഡി ആയിട്ടുള്ള ആ നിലവിളി ശബ്ദം ഇടുക അല്ലെങ്കിൽ ആ വിളിക്കുന്ന ശബ്ദം ഇടുക എന്നൊക്കെ പറയുന്നുണ്ട്, അറിയാമല്ലോ. പിന്നെ ശശി എന്നുള്ള പേരിലുള്ള കോമഡി, ശശിക്ക് സോമൻ എന്നൊക്കെ പറയുക, അതൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. പലയിടത്തും പല അമച്വർ ആൻഡ് ഇമച്വർ ആയിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ടായിരുന്നു സിനിമയ്ക്കകത്ത്. ക്യാമിയോ സീക്വൻസ് ആയിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ്റെയൊക്കെ റോളൊക്കെ ഭയങ്കര ഇതൊക്കെ അനുഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് കാണിച്ചത് ഇങ്ങനത്തെ ഒരു രീതിയിലായിപ്പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഹരീഷ് അശോകൻ്റെ റോളും സ്ഥിരം ഒരു ഒരു സംഭവത്തിലേക്ക് പോയി. ആ ഒരു രീതിയിലേക്ക് തന്നെ പോയി. ഒരു ഭയങ്കര ഇമോഷണൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതങ്ങോട്ട് വർക്കായില്ല. പിന്നെ വേറൊരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ
ആസിഫ് അലിയുടെ കഥാപാത്രം സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു സ്വപ്നം കാണുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് ഇന്നത്തെ ഈ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റിനനുസരിച്ച് അതിൽ ഇരകളായിട്ടുള്ള ഒരു 2 കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് ഈ ഹർഷി ഷോവനും സിദ്ധാർത്ഥ ഭരതനും ചെയ്യുന്ന റോളുകൾ. അപ്പോൾ അത് അവരും സ്വപ്നത്തിൽ വന്ന് ഇവർ ഈ സഹദേവനെ മോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര അതും അറിയാമല്ലോ, ആ സീനൊക്കെ എന്ന് പറയുമ്പോഴും നമുക്ക് സ്വപ്നത്തിൽ ഒരാൾ വന്ന് കളിയാക്കി അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഒരാൾ വന്ന് പേടിപ്പെടുത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് മ്യൂസിക്, ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ഇതാവുന്നില്ല. പിന്നെ സാധാരണ പോലെ ഈ സിനിമയുടെ കാണിച്ചതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കുക, എടുത്തു പറയാനായിട്ട് ഒരു സംഗതിയും തോന്നിയില്ല. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹദേവൻ ഇങ്ങനെയുള്ള സിനിമകളിൽ നായകൻ നമ്മളോട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതായത് കോടതി മുറിയിൽ നിന്ന്. അപ്പോൾ ആ ഒരു സീനിനകത്ത് അതിൻ്റെ യഥാർത്ഥ റിയാലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും നടക്കത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ സംസാരിച്ചോട്ടെ, അത് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പക്ഷേ ആ സിനിമയുടെ ടോട്ടാലിറ്റി ഉണ്ടത് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഇങ്ങനൊരു സിനിമയിൽ ഇത് വന്നപ്പോൾ ഭയങ്കര ഒരു ഇതായിപ്പോയി, ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിപ്പോയി ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു വക്കീൽ മിണ്ടാതിരിക്കുകയാണ്, അയാൾക്ക് വേണ്ടി അപ്പിയർ ചെയ്ത വക്കീൽ, ഒരു ജൂനിയർ അസിസ്റ്റൻ്റ് വക്കീൽ മിണ്ടാതിരിക്കുന്നൊരു സിറ്റുവേഷൻ, പേടിച്ച് മിണ്ടാതിരിക്കുന്ന കോർട്ടിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെ അങ്ങനൊരു സിനാരിയോ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നായകൻ സംസാരിക്കുന്നുണ്ട്, പിന്നെ നായകൻ സംസാരിച്ചൊരു പ്രേക്ഷകരോട് നോക്കി ഒരു ഫോർത്ത് വോൾ ബ്രേക്കിംഗ് എന്നുള്ളത് പോലെ ഇതിൻ്റെ ഞങ്ങളുടെ ഈ നിയമത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതും ഒരു പാട്ടുണ്ടായിരുന്നു, ഒരു ചിരകാല വേല താലിമാല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക്. പക്ഷേ അതും ഇങ്ങനൊരു സിനിമയിൽ വന്നപ്പോൾ അതും അങ്ങോട്ട് വർക്കായില്ല. മൊത്തത്തിൽ എല്ലാം മൊത്തത്തിൽ ദുരന്തങ്ങളാണ്. സിനിമയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ദുരന്തമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ ബോറടിപ്പിച്ചിട്ടുണ്ട്. പടം തീരുന്നതും ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൻ്റെ റോൾ ചെയ്ത ജോജി മുണ്ടക്കയത്തിൻ്റെ ഒരു ലാസ്റ്റ് പടം തീർക്കാനുള്ളൊരു ഇതിന് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ, അയാളുടെ ഭാര്യയും കൂടെ വരുന്നൊരു സീക്വൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇതായിരുന്നു, രസമായിട്ട് തോന്നിയില്ല. ഓവറോൾ ആഭ്യന്തര കുറ്റവാളി ഒരു തടവ് തന്നെയായിരുന്നു, ദുരന്ത കുറ്റവാളി തന്നെയായിരുന്നു. എനിവേ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.